ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. ഒരിക്കൽ ഒരു സ്ഥലത്ത് വളരെ മനോഹരമായ ഒരുപാട് പൂക്കളുള്ള ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അത് അനേകം ചെറുപ്രാണികളുടെയും പക്ഷികളുടെയും വാസസ്ഥലമായിരുന്നു. ആ പൂന്തോട്ടത്തിൽ ധാരാളം ചെറുപ്രാണികൾ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു ചെറു പുഴുവും ഉണ്ടായിരുന്നു. അതെന്നും മറ്റുള്ളവരിൽ നിന്നും മാറി ഒറ്റ തിരിഞ്ഞ് നടന്നിരുന്നു. കാരണം മറ്റു പ്രാണികൾ അതിനെ നീ ഒരു പുഴു മാത്രമാണെന്നും നിനക്ക് ഒരു കഴിവുമില്ലെന്നും പറക്കാൻ സാധിക്കുന്നില്ലെന്നും നീ എന്നും ഇങ്ങനെ പച്ചില മാത്രം തിന്ന് നടക്കുകയുള്ളൂ എന്നും പറഞ്ഞ് കളിയാക്കിയിരുന്നു. നീയാണ് ഈ പൂന്തോട്ടത്തിൻ്റെ ഭംഗി കളയുന്നത് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട ആ പുഴു ഒരു വാക്ക് പോലും പ്രതികരിച്ചില്ല. അങ്ങനെ ഇരിക്കെ ചില നാളുകൾക്ക് ശേഷം അതൊരു ചെറിയ കൂടുണ്ടാക്കി. അതിലാരും കാണാതെ ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട മറ്റു പ്രാണികൾ അതിനെ പിന്നെയും കളിയാക്കി. ഇതെല്ലാം കേട്ടിട്ടും ആ പുഴു മുമ്പിലത്തെ പോലെ ഒരു വാക്ക് പോലും പ്രതികരിച്ചില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് മറ്റു പ്രാണികൾ തമ്മിൽ പറഞ്ഞു, അവൻ്റെ കാര്യം കഴിഞ്ഞു. അവർ തമ്മിൽ പറഞ്ഞു ചിരിച്ചു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ആ കൂട് ചെറുതായി ഒന്ന് പൊട്ടിത്തുടങ്ങി. എല്ലാവരും വളരെ ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ അതിൽ നിന്നും വളരെ മനോഹരമായൊരു ചിത്രശലഭം പുറത്തു വന്നു. ഇത് കണ്ട് എല്ലാവരും അമ്പരന്നു. അവനെ കാണാൻ കൊള്ളില്ലായിരുന്നു, അവന് കഴിവൊന്നുമില്ലായിരുന്നു. എന്നാൽ അവനിപ്പോൾ എത്ര മനോഹരമായത് എങ്ങനെയെന്ന് തമ്മിൽ പറഞ്ഞ് അവർ തമ്മിൽ ആശ്ചര്യപ്പെട്ടു തുടങ്ങി. ആ പ്രാണികൾ അവിടെ നിൽക്കെ ആ ചിത്രശലഭം തൻ്റെ ചിറകുകൾ വിരിച്ച് അവിടെയെല്ലാം പറന്നു നടന്നു. അങ്ങനെ ആ പൂമ്പാറ്റയുടെ സാന്നിധ്യം ആ പൂന്തോട്ടത്തെ കൂടുതൽ മനോഹരമാക്കി. പ്രിയമുള്ളവരെ, ഒരാണ്ട് കൂടെ നമ്മെ വിട്ട് കടന്നു പോകുന്നു. നാം പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ പുഴുവിൻ്റെ അനുഭവം നമുക്കും ഉണ്ടായിട്ടില്ലേ? പണമില്ല, പദവിയില്ല, സൗന്ദര്യമില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെയും ധാരാളം പേർ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? ഈ കുത്തുവാക്കുകൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിലൊന്നും നാം തളർന്നു പോകരുത്. കാരണം നിന്ദിച്ചവരുടെ മുൻപാകെ അവരെ കൊണ്ട് വന്നിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുമ്പോൾ അവർ നമ്മുടെ പുറമേ മാത്രമേ കാണൂ. എന്നാൽ നമ്മുടെ അകത്ത് നടക്കുന്ന പ്രക്രിയ ഉണ്ട്. അവൻ നമ്മെ പണിയുന്ന ഒരു പ്രക്രിയ. അത് ആരും അറിയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മെ തിരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ നിന്ദിച്ചവരുടെ മുൻപാകെ അവൻ നമ്മെ മാനിച്ചിരിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കഥയിൽ കേട്ടതുപോലെയുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവെ, ഇന്നത്തെ വചനത്തിലൂടെ നീ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലായ്പ്പോഴും അങ്ങയെ മാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും അങ്ങയെ മാനിക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണേ. കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതെല്ലാം നികത്തിക്കൊണ്ട് പുതുവർഷത്തിൽ കൂടുതൽ സമർപ്പണത്തോടുകൂടെ പ്രവർത്തിപ്പാൻ, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പുതിയ വർഷം അടിയങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.